ബിഗ് ബിഗ് എവിക്ഷനിൽ എവിക്റ്റഡ് ആവുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് അജ്ഞാതവാസത്തിലേക്ക് പോകുന്നത്, അനീഷ് അജ്ഞാതവാസത്തിലേക്ക് പോകുന്നുണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് നമ്മുടെ റെന ഫാത്തിമയ്ക്കാണ്, അത് ഏറ്റവും കുറഞ്ഞ പോയിന്റ് അനീഷിനാണ്. രേണു സേഫ് ആകുമോ? ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് അറിയിക്കുക. എന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരെല്ലാവരും കമന്റ് ചെയ്യുക. അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നലെ രാവിലെ കുറച്ച് ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജിസേലും അനുമോളും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് ആയിരുന്നു. അതിനുശേഷം അതെന്ന് പറഞ്ഞാൽ ഉടുപ്പ് കീറി, അതിപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉടുപ്പ് കീറിയതുമായിട്ട് ബന്ധപ്പെട്ട് ജിസേൽ വന്ന് പറയുന്നു, എൻ്റെ ഉടുപ്പ് കീറി, എനിക്കൊരു പുതിയ ഉടുപ്പ് വേണമെന്ന്. അപ്പോൾ അനുമോള് പറയുന്നു ഉടുപ്പ് സ്വന്തമായിട്ട് കീറിയതായിരിക്കുന്നു. സ്വാഭാവികം, കാരണം പെട്ടെന്ന് നല്ലൊരു ഉടുപ്പ് കീറുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അതൊരു സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് ജിസേല് പറഞ്ഞു ആ ഉയരം കുറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു. അനുമോളുടെ പേര് പറയാമായിരുന്നു. അപ്പൊ അതൊരു ബോഡി ഷേമിംഗ് പോലെ അനുമോളിന് തോന്നി. എന്തായാലും അനുമോള് കുറേ നേരം കരച്ചിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെറിയ ഫൈറ്റിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം കരച്ചിൽ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു. എന്തായാലും പിന്നീട് ടാസ്കിലേക്ക് വന്നത്, ടാസ്ക് എന്ന് പറഞ്ഞാൽ എവിക്റ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് പേഴ്സൺസ്, അവർക്ക് 2 സഹായികൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു, ആ സഹായികളായിരുന്നു ടാസ്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവര് തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഇതിനകത്ത് വലിയ പ്രശ്നമില്ല. കാരണം ഇതിപ്പോ ഒരു ഫേവറിസം പോലെയാണ് നമുക്ക് പലതും തോന്നുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഉള്ളവര് അവരവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ സെലക്ട് ചെയ്തു. അവരൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരായിരുന്നു. അനീഷ് സെലക്ട് ചെയ്ത് അപ്പാനി ശരത്തിനെയും അനുമോളെയാണ്. ശരത്ത് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അനീഷിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെയാണ് പിന്നെ ടാസ്ക് വന്ന സമയത്ത്, ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ട്രഷർ ബോക്സ് ഉണ്ടായിരുന്നു. ആ ട്രഷർ ബോക്സിനകത്ത് ഇവരുടെ കയ്യിലിടാനുള്ള, കാലയിലിടാനുള്ള നീ പാഡും ഗ്ലൗസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ബേസിനുണ്ട്, അതിനകത്ത് പല നിറത്തിലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ നിന്ന് കുറെ കീകളുണ്ട്. ആ കീയിൽ നിന്ന് ഏതാണ് കറക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ട്രഷർ ബോക്സ് തുറക്കുക. ഇതെല്ലാം ഗ്ലൗസ് ധരിച്ചതിന് ശേഷം ഒരു വലിയ പോണ്ട് പോലെ, ആ പോണ്ടിനകത്ത് മഡ്, ചെളി നിറച്ചിരിക്കുകയാണ്. ആ ചെളിക്കുള്ളിൽ കോയിൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കോയിൻസ് ഉള്ളിൽ ഇവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആ കോയിൻസ് കണ്ടെത്തി ആ കോയിൻസ് എത്രമാത്രം കളക്ട് ചെയ്യാമോ അത്രമാത്രം കളക്ട് ചെയ്യുന്ന ആളാണ് കോയിൻസ് കൂടുതൽ കിട്ടുക, അവരാണ് വിജയിക്കുക. ഇതായിരുന്നു ടാസ്ക്. അപ്പൊ ഈ സഹായികളാണ് ഇത് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ചെറിയ പ്രോത്സാഹിപ്പിക്കുക, അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ പിന്നെ അതായാലും ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവരവരുടെ കണ്ടസ്റ്റന്റ് കളിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേട്ടോ. കാരണം അവരവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിൽക്കുന്ന ഹൗസ് മേറ്റ്സ് ഇന്ന ആളിനെ നിർത്താനായിട്ടോ അവരുടെ ഫേവർ ചെയ്യാനായിട്ടോ പല ആൾക്കാരും, പ്രത്യേകിച്ച് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിർത്താൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കളി എനിക്ക് തോന്നുന്നു ഒരു ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതയാണ്. ബിഗ് ബോസ് ഒരു 7ന്റെ പണി ഇവർക്ക് വെച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് തുടങ്ങി 6 മിനിറ്റാണ് ഓരോരുത്തർക്ക് ഓരോ ടീമിനും സമയം. ആദ്യത്തെ 30 സെക്കൻഡ് തന്നെ രേണു ടീമായിട്ടുള്ള ശൈത്യയും